ക്രിസ്തുവേശയിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ആരാണ് നമ്മുടെ മധ്യസ്ഥൻ? നമുക്ക് അനേകം മധ്യസ്ഥരുണ്ടോ? ഇന്ന് പല സഭകളും വിശുദ്ധന്മാരായും വിശുദ്ധമതികളായും പലരെയും വാഴിക്കുകയും അവരോട് പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ അവരോട് അപേക്ഷ കഴിക്കാനൊക്കെ പല നേതൃത്വങ്ങൾ പഠിപ്പിക്കുമ്പോൾ ബൈബിൾ അടിസ്ഥാനത്തിൽ യാതൊരു കാരണവശാലും ബൈബിളിൽ ആരും അങ്ങനെ പ്രാർത്ഥിച്ചതായും ബൈബിളിൽ ഒരിടത്ത് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതും ബൈബിൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ആരാണ് നമ്മുടെ യഥാർത്ഥ മധ്യസ്ഥൻ? മറിയ സഹരക്ഷകയാണോ? മറിയയോട് പ്രാർത്ഥിക്കാമോ? സഭ വാഴിക്കുന്ന വിശുദ്ധന്മാരോടും വിശുദ്ധമതികളോടും പ്രാർത്ഥിക്കാൻ ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി വചനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു തന്നെ. നമ്മുടെ മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ മറിയയല്ല. നമ്മുടെ മധ്യസ്ഥൻ മറ്റു വിശുദ്ധന്മാരോ വിശുദ്ധമതികളോ ഒരു പുണ്യാളന്മാരോ അല്ല. നമ്മുടെ മധ്യസ്ഥൻ നമുക്ക് വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന നസ്രയനായ യേശുക്രിസ്തു തന്നെയാണ്. നമുക്ക് ആരോടാണ് പ്രാർത്ഥിക്കാൻ അനുവാദമുള്ളത്? യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വ്യക്തമായി പറയുന്നു: പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിനെന്ന്. നമ്മുടെ പാപങ്ങൾ പരസ്പരം നമ്മൾ ഏറ്റുപറയാം. ആമേൻ. നമുക്ക് ഏറ്റുപറഞ്ഞ് നമ്മുടെ പാപങ്ങൾ യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. അവനിൽ പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. രക്ഷയ്ക്കായിട്ടാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഒരാൾ ജീവനോടെ ഇരിക്കുമ്പോൾ ആ വ്യക്തിയോട് പ്രാർത്ഥനാ സഹായം നമുക്ക് ആവശ്യപ്പെടാം. എന്റെ ആവശ്യത്തിന്റെ അകത്ത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഒന്ന് ഓർക്കണമെന്നൊക്കെ നമുക്ക് പലപ്പോഴും പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെടാൻ പറ്റും. പക്ഷേ മരിച്ചുപോയ വ്യക്തികളോടോ പ്രാർത്ഥിക്കാൻ ബൈബിൾ അനുശാസിക്കുന്നില്ല. ബൈബിളിൽ ആരും അത് ഇതുവരെ ചെയ്തിട്ടുമില്ല. എന്നിട്ടും ഈ ജനത്തിന്റെ കണ്ണിനെ ഒരു കൂട്ടം നേതൃത്വങ്ങൾ കുരുട്ടാക്കി വെക്കുമ്പോൾ തീർച്ചയായും നാം മനസ്സിലാക്കണം, വചനം പറയുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം എന്ന് പറയുന്നത് യേശുവിന്റെ നാമമാണ്. പിന്നെ എന്തുകൊണ്ടാണ് മറിയയെ സഹരക്ഷകയാക്കുന്നത്? മറ്റു വിശുദ്ധന്മാരെ വിശുദ്ധമതികളെ എന്തുകൊണ്ടാണ് സഹരക്ഷകയാക്കുന്നത്? യേശുവിന് രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? വചനം പറയുന്നു, രക്ഷിക്കാനാവാത്ത വിധം യഹോവയുടെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ബലഹീനതകളെ സഹതപിക്കാൻ കഴിയാത്തവനല്ല നമ്മുടെ യേശു. നമ്മുടെ യേശുവിന് നമ്മുടെ ബലഹീനതകൾ അറിയാം. പക്ഷെ ബലഹീനതയ്ക്കകത്തും ബലം പകരുന്ന നല്ലൊരു യേശു സ്വർഗത്തിൽ ഇന്ന് നമുക്ക് വേണ്ടി പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്യുന്നുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങൾ ഈ സത്യം തിരിച്ചറിയുക, സത്യത്തിനായി നിങ്ങൾ ജീവിക്കുക, സത്യത്തിനായി എഴുന്നേൽക്കുക. 60-ാം യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നു മുതൽ ചിന്തിക്കുക, ആരാണ് നമ്മുടെ യഥാർത്ഥ മധ്യസ്ഥൻ? നമുക്ക് അനേകം മധ്യസ്ഥരുണ്ടോ? നസ്രയനായ യേശു അല്ലാതെ ഒരു മധ്യസ്ഥനും നമുക്ക് ഈ ഭൂമിയിലില്ല. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.